ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട കോറെപ്പിസ്കോപ്പ അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ വർഷവും നിങ്ങളോടൊരുമിച്ച് ഈ വർഷാവസാന പ്രാർത്ഥനയിൽ പങ്കാളിയാകുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഒരു വർഷം നാം പിന്നിടുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. നാളെ വിശുദ്ധ കുർബാന അനുഭവിച്ച് ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ അനുഭവത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം. ആനന്ദ ഐശ്വര്യങ്ങളിലും മാസാബ്ദങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പിതാക്കന്മാർ പഠിപ്പിച്ചു. ആനന്ദവും ഐശ്വര്യവും നിറയപ്പെട്ട ഒരു നല്ല വർഷത്തിനായിട്ട് ഒരുങ്ങുവാൻ ഇന്ന് രാത്രിയിൽ കൂടിയൊരുവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ലഭിച്ചിട്ടുള്ളതായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും ഒരു ആലോചന ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തെരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, നിങ്ങൾ വായിച്ച തിരുവചന ഭാഗം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏതെല്ലാം ദേശങ്ങളിൽ, ഏതെല്ലാം സ്റ്റേറ്റുകളിൽ, എവിടെയെല്ലാം ഇരുന്ന് ഈ വചനം ശ്രദ്ധിക്കുന്നുവോ എല്ലാവർക്കും ആവശ്യമുള്ളത് ആ കരങ്ങൾ, ആ മുറിഞ്ഞ കരങ്ങൾ വാഴ്ത്തി നുറുക്കി ഏൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അവിടുന്ന് മാത്രം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. നാം വായിച്ചു കേട്ടതായ വേദഭാഗം കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ ഏവൻഗേലിയ ഭാഗമായി വായിക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ്.
ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എവൻഗേലിയൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ച. സാധാരണ അങ്ങനെ ആയിരിക്കുമല്ലോ. ക്രിസ്മസ് കഴിഞ്ഞു വരുന്നതായ ഞായറാഴ്ച എന്ന് പറയുന്നത് സാധാരണ വർഷത്തിലെ ഒടുവിലത്തെ ഞായറാഴ്ചയായിരിക്കും. ഞാൻ ഈ വേദഭാഗം ഇന്നലെ ദൈവാലയത്തിൽ പോയി ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനിടയായത്. അപ്പോൾ ഈ വേദഭാഗം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ച് എൻ്റെ ഉള്ളത് ചില കാര്യങ്ങളൊക്കെയും ധ്യാനിച്ച കാര്യങ്ങളാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ നാം കാണുന്നതായ കാര്യം, യേശുവിൻ്റെ അമ്മയപ്പന്മാർ 43 മുതൽ വാക്യങ്ങൾ, പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു, അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. യേശുവിൻ്റെ അമ്മയപ്പന്മാർ അവരുടെ യാത്രയിൽ യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഈ 2024 ആണ്ടിൻ്റെ ഒടുവിലത്തെ മണിക്കൂറുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഒരു വർഷം നാം നടന്നു പോന്നു. നാം നമ്മുടെ യാത്ര യേശുവിനോട് കൂടെ ആയിരുന്നുവോ? പിന്നെ അറിഞ്ഞില്ല. യേശു കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. കൂടെ കാണും, ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഊഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. എന്നൊരു വാക്ക് നാം കാണുന്നുണ്ട്. അവർ തെരഞ്ഞു, ഊഹിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിലും അവരൊന്ന് തെരഞ്ഞു നോക്കി, യേശു കൂടെയുണ്ടോ. സത്യമായിട്ട് വാസ്തവമായിട്ടും യേശു കൂടെയുണ്ടോ എന്ന് അവർ തിരഞ്ഞു, അവരന്വേഷിച്ചു. ഇന്ന് ഈ 2024 ആണ്ടിൻ്റെ ഒടുവിലത്തെ ഈ മണിക്കൂറുകളിൽ ഞാൻ എൻ്റെ യേശുവിനോട് കൂടെയാണോ യാത്ര ചെയ്യുന്നത്? ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഭവനങ്ങളിലായി പലയിടങ്ങളിലായി പങ്കെടുക്കുന്ന നാം എല്ലാവരും, ഞാൻ മാറിയെന്നുണ്ടല്ലോ പറയുന്നത്, നാം ശരിയായ വിശ്വാസത്തിൻ്റെ വഴിയിലാണോ നിൽക്കുന്നത് എന്ന്, ശരിയായ ആത്മീയ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന്, യേശുവിനോട് കൂടെയാണോ നാം യാത്ര ചെയ്യുന്നത് എന്ന് നമ്മിലേക്ക് തന്നെ നോക്കി ഒന്ന് ചിന്തിക്കുവാനും പരിശോധിക്കുവാനും, യേശു നമ്മോട് കൂടെയുണ്ടോ അതോ യേശു നമ്മെ വിട്ട് മാറിപ്പോയിട്ടുണ്ടോ? യേശുവിൽ നിന്നും ദൂരത്തായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ നാം ഉറപ്പുവരുത്തണം. ഒരുറപ്പ് വരുത്തി നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കണം. യേശു നമ്മെ വിട്ടുപോയിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 1 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് നാം ഇങ്ങനെ കാണുന്നുണ്ട്, യേശു ദൈവാലയം വിട്ടുപോയി എന്ന്. വായിച്ചോ. യേശു മതി, ആ ഒരു വാക്ക് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ്. യേശു നമ്മെ വിട്ടുപോയിട്ടുണ്ടോ? അന്ന് യേശു ദൈവാലയം വിട്ടുപോയി, എന്നേക്കുമായി വിട്ടുപോയി. പിന്നീട് ആ ദൈവാലയത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നിട്ടില്ല. അന്ന് ആ ദൈവാലയം വിട്ടിറങ്ങിയ കർത്താവ് പിന്നീട് ക്രൂശിലേക്കാണ് നടക്കുന്നത്, ക്രൂശീകരണത്തിലേക്കാണ് നടത്തപ്പെടുന്നത്. പിന്നീട് ആ ദൈവാലയത്തിലേക്ക് യേശു പോയിട്ടില്ല. യേശു വിട്ടുപോയ ദൈവാലയത്തിന് എന്താണ് സംഭവിച്ചത്? ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം.
യേശു വിട്ടുപോയതായ ദൈവാലയം പിന്നെ അധികകാലം നിലനിന്നില്ല. ടൈറ്റസ് കൈസറുടെ നേതൃത്വമുള്ളതായ റോമൻ സൈന്യം വന്ന് യെരുശലേം യുദ്ധം ചെയ്യുകയും ആ ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. AD 70 സംഭവിച്ചു. ആ ദൈവാലയം, തകർക്കപ്പെട്ട യെരുശലേം ദൈവാലയം ഇന്ന് വരെ പണിതെടുക്കുവാൻ യഹൂദന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന് അവൻ്റെ ദൈവാലയം പണിയുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എത്രയോ വർഷങ്ങളായി. യഹൂദൻ ഏതെല്ലാം വഴികളിലൂടെ കടന്നുപോയി. വാസ്തവത്തിൽ ഇന്ന് ആ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലെല്ലാം നടക്കുന്നതായ യുദ്ധങ്ങളുടെയും എല്ലാം പിന്നിൽ എന്താണ്? ഈ പലസ്തീൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? യഹൂദൻ അവൻ്റെ ദൈവാലയം എവിടെയെങ്കിലും പണിയുവാൻ പ്രമാണമില്ല. ആലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയപ്പെടണം. ദാവീദ് യെബൂസിനായി ഒർന്നാനോട് വിലയ്ക്ക് വാങ്ങിയ ആ യെബൂസിൻ്റെ കളത്തറയിൽ തന്നെ അത് പണിയണം. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. യേശു ദൈവാലയം വിട്ടുപോയാൽ പിന്നെ നാശമാണ്. പിന്നെ അതിനധികകാലം നിലനിൽക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും യേശു വിട്ടുമാറിയാൽ അത് ദോഷമാണ്. യേശുവിനെ കൂടാതെ നാം മുന്നോട്ട് പോകരുത്. കാരണം നമ്മുടെ ദൈവമല്ലേ അനുഗ്രഹത്തിൻ്റെ ദാതാവ്. ദൈവത്തെ വിട്ട് എങ്ങോട്ട് പോകാൻ? ദൈവത്തെ കൂടാതെ ഒരു ജീവിതം നമുക്കുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ യാതൊരു രംഗങ്ങളിൽ നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ജോലി, എല്ലാ കാര്യങ്ങളിലും യേശുവിനോട് കൂടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി നാം മാറണം. യേശു നമ്മെ വിട്ട് മാറിപ്പോകാൻ ഇടവരരുത്. അന്ന് യേശു ആ ദൈവാലയം വിട്ടുപോകാൻ എന്താണ് കാരണം? ചില കാര്യങ്ങൾ തൊട്ട് മുൻപുള്ളതായ അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ച വീശുവാൻ തക്കവണ്ണം ചില ആത്മീക ആലോചനകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് യേശു ദൈവാലയം വിട്ടു പോയത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും യേശു വിട്ടു മാറിപ്പോകുവാൻ സാധ്യതയുള്ള കാരണം എന്നെല്ലാമാണ്. 21-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. കള്ളന്മാരുടെ ഗുഹയായി മാറിയതല്ല, അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തതാണ്. ഡെൻ ഓഫ് റോബേഴ്സ്. എന്താണ്? എ പ്ലേസ് വെയർ ക്രിമിനൽസ് ഗാദർ. കള്ളന്മാർ കൂടിയിരിക്കുന്ന കള്ളന്മാരുടെ ഗുഹ. അവിടെ കള്ളന്മാരാണ് കൂടിയിരിക്കുന്നത്. മാത്രമല്ല, അവിടെ എന്താ വെക്കുന്നത്? അവർ കട്ടുകൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം, അതെല്ലാം അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അവർ കട്ടുകൊണ്ടുവരുന്ന, മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായ സാധനങ്ങളെല്ലാം അവർ കൂടി വരുന്നതായ സ്ഥലം. നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എൻ്റെ ജീവിതത്തിൽ നേരെ ചൊവ്വയല്ലാതെ, ഇല്ലേ, കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നേരെയോ നേടിയതൊന്നും അല്ലല്ലോ, ശരിയായ മാർഗത്തിൽ സമ്പാദിച്ചതല്ലല്ലോ. ശരിയായ വഴിയിലൂടെ അല്ലാതെ ഞാൻ നേടിയത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈ വർഷാവസാനം പരിശോധിക്കാൻ വേണ്ടിയാണ്. ശരിയായ വഴിയിൽ കൂടി അല്ലാതെ എൻ്റെ സമ്പാദ്യത്തിൽ നേരെ ചൊവ്വയല്ലാതെ നേടിയത് എന്തെങ്കിലും ഉണ്ടോ? നേരെ ചൊവ്വയല്ലാതെ നേടിയതായ ഡിഗ്രികൾ, നേരെ മാർഗത്തിലൂടെ അല്ലാതെ നേടിയതായ ജോലി, പണം, സ്ഥാനമാനങ്ങൾ, സന്തോഷങ്ങൾ, ശരിയായ ദൈവം അനുവദിച്ചിട്ടുള്ളതായ വഴിയിൽ കൂടെ അല്ലാതെയുള്ളതായ സുഖങ്ങൾ, സന്തോഷങ്ങൾ എന്ന് തന്നെയായാലും ശരിയായ വഴിയിൽ കൂടെ അല്ലാത്തത് എന്തെങ്കിലും നമ്മിൽ വന്നാൽ യേശു നമ്മെ വിട്ടുമാറും. നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കണം. എല്ലാം എടുത്ത് കളയാൻ വേണ്ടിയാണ്. ഏതെങ്കിലും കാര്യങ്ങൾ ശരിയല്ലാത്ത ജീവിതത്തിലുണ്ടെങ്കിൽ, അരുതാത്ത ജീവിതത്തിലുണ്ടെങ്കിൽ പാപം
അതിലെല്ലാം കൊണ്ട് കുമ്പസാരം. കുർബാന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുമ്പസാരം അടങ്ങിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന നമ്മിലേക്കൊന്നും നോക്കണം. കർത്താവേ, ഈ 2024 ഞാൻ നടന്ന വഴികൾ ശരിയല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? എല്ലാം നീക്കി കളയണം. രണ്ടാമതായി 23-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13-ാം വാക്യം. അപകടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രം നിൽക്കുക, കേട്ടു വായിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനൊരു 2 കാര്യം മാത്രം വിവരിക്കാൻ അധികം സമയമില്ലല്ലോ. ഒരു 2 കാര്യം മാത്രമാണ് ചിന്തിക്കാൻ ആഗ്രഹം. ഒന്ന്, നേരെ ചൊവ്വയല്ലാത്ത എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ യേശു നമ്മിലിരിക്കുകയില്ല. 2, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നാം ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നവരാകരുത്. മറിച്ച് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നവരാകാനാണ്. നാം തുറക്കുന്നവരാകേണ്ടതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ 2024 എത്ര പേർക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേര് മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടുണ്ട്, എത്ര പേരെ യേശുവിൻ്റെ അരികിലേക്ക് നാം നയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നാം മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറുവാൻ തക്കവണ്ണം ദൈവ വഴിയിലേക്ക് നയിക്കുന്നവരാകണം. അതാണ് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരെ ദൈവ വഴിയിലേക്ക് നടത്തുന്നവരായി നിൽക്കണം. ദൈവത്തിൻ്റെ മഹത്വം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നതായൊരു വാക്കുണ്ട്. മത്തായി 16:19, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. പത്രോസിന് പറയുകയാണ്, മതി, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അതിൻ്റെ തൊട്ടും മുമ്പും പിമ്പുള്ളതായ വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം, യേശു ആരാണ് എന്നുള്ള ശരിയായ കാഴ്ചപ്പാട് കിട്ടിയ പത്രോസിന് കർത്താവ് സ്വർഗരാജ്യത്തിന് താക്കോൽ ഏൽപ്പിക്കുകയാണ്. യേശു ആരാണ് എന്നുള്ള ശരിയായ കാഴ്ചപ്പാട് കിട്ടിയവരുടെ കയ്യിൽ ഇന്നും കർത്താവ് ഈ താക്കോൽ ഏൽപ്പിക്കുന്നു. ശരിയായ ആത്മീയ വെളിച്ചം കിട്ടിയവരുടെ കയ്യിൽ. എന്താ ഈ താക്കോൽ എന്നൊക്കെ പറഞ്ഞാൽ? ഞാൻ ആത്മീയാർത്ഥം ഉദ്ദേശിക്കുന്നത്. ആത്മീയമായ ചില ദൂതുകൾ നിങ്ങൾ കൈമാറുകയാണ്. ഒരു താക്കോൽ നമുക്കറിയാം, താക്കോൽ പൂട്ടാനും തുറക്കാനും ഉപയോഗിക്കുന്നതാണ്. സ്വർഗരാജ്യത്തിൻ്റെ പൂട്ട് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ മാനസാന്തരപ്പെടുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി നിന്നാൽ യേശുവിന് മറ്റുള്ളവർ കാണും. യേശുവിൻ്റെ സ്നേഹം നമ്മുടെ സ്വഭാവത്തിലൂടെ മറ്റുള്ളവർ അറിയണം. അതാണ് ഈ താക്കോൽ എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ പള്ളിയിൽ പോകുന്നവരായ നമ്മൾ, ആരാധിക്കുന്നവരായ നമ്മൾ, അല്ല ഈ വചനം പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർ ദൈവത്തെ അറിയാൻ തക്കവണ്ണം മറ്റുള്ളവർ മുമ്പിൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം സാക്ഷ്യമുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ലായെങ്കിലോ തുറക്കാൻ നിന്ന് താക്കോൽ കൊണ്ട് അടയ്ക്കുന്നവരായി മാറും. ഈ വചനം പറയുന്ന എൻ്റെ ജീവിതത്തിൽ യാതൊരു സാക്ഷ്യവുമില്ലായെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും യേശുവിനെ അറിയുകയില്ല. നമ്മൾ ഏത് രംഗത്താണെങ്കിലും നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതല്ല എങ്കിൽ, ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ല എങ്കിൽ, ഇന്ന് ആത്മീക രംഗത്ത് നിൽക്കുന്ന അനേകർ മറ്റ് മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചുപൂട്ടുന്നവരായി മാറിയിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്നും സാക്ഷിയുള്ളവരാകണം.
മാതാപിതാക്കൾ മക്കൾക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നവരായിരിക്കണം. ഭാര്യ ഭർത്താവിന് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നവനായിരിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്നവനായിരിക്കണം. നമ്മുടെ കുടുംബജീവിതം സാക്ഷ്യമുള്ളതായിരിക്കണം. സ്വർഗത്തിലെ മാലാഖമാരോട് നോക്കി ആശ്ചര്യം കൂറണമെന്നാണ് തിരുവചനം പറയുന്നത്. സ്വർഗത്തിലെ മാലാഖമാർ അതെല്ലാം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ മനോഹരമായി കാണുന്നുണ്ട്. ഒരു മനോഹരമായ ചിത്രാപ്പോസ്തലൻ വരച്ച് കാണിക്കുന്നുണ്ട്. പുരുഷൻ്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല തല എന്നൊക്കെ പറഞ്ഞാൽ തലയല്ലേ. ഇപ്പം നമ്മുടെ കൈ ചലിക്കണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് തലയാണ്. തലയിൽ നിന്നാണ് അതിൻ്റെ ബ്രെയിനിൽ നിന്നാണ് അതിൻ്റെ കൺട്രോൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനാൽ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുന്ന ഭർത്താവ്, ആ ഭർത്താവിന് കീഴടങ്ങി നിൽക്കുന്നതായ ഭാര്യ. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ തലയിൽ മൂടുപഴ വിടുന്നതിനെക്കുറിച്ചുള്ള ഉപദേശമുണ്ട് കാണുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ഒരു തലേ കാണുന്നുള്ളൂ. സ്ത്രീ തല മൂടി നിൽക്കുന്നു. മാലാഖമാർ നോക്കുമ്പോൾ ഒരു തലയേ ഉള്ളൂ. ഒറ്റ മനസ്സായിരിക്കണമെന്ന് കുടുംബത്തിൽ. ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ മാത്രം ചലിക്കുന്ന കുടുംബനാഥൻ, ആ കുടുംബനാഥന് കീഴ്പ്പെട്ട് മറഞ്ഞിരിക്കുന്നതായ കുടുംബനാഥ മക്കൾ. ഇതെല്ലാം അതാണ് പിതാക്കന്മാർ പഠിപ്പിച്ചല്ലോ. ദൈവം സൃഷ്ടിച്ച ആദത്തെ സൃഷ്ടാവോട് തുല്യം സൃഷ്ടിയായി മൺമയൻ ഉദ്യാനത്തിൻ തരുനിരയിൽ പോയി വന്നിടുന്നത് കാണുവാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടുപോയി കൂറും നീറയന്മാർ മണ്ണിനുയർച്ചയിൽ ആശ്ചര്യം. 1 പത്രോസ് 1:12 നാം കാണുന്നത് എങ്ങനെയാണ്? ഒരു മനസ്സോടെ സന്തോഷത്തോടെ മനുഷ്യൻ ജീവിക്കുന്നത് കണ്ട്, നടക്കുന്നത് കണ്ട് മാലാഖമാർ വരെ ആശ്ചര്യം കൂറുവാൻ തക്കവണ്ണം. പല കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ, കുടുംബങ്ങളാണ് പല കാര്യങ്ങളിലും. ചിലപ്പോൾ ഭാര്യ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭർത്താവ് അംഗീകരിച്ചോളണമെന്നില്ല, ഭർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഭാര്യ അംഗീകരിച്ചോളണമെന്നില്ല. അവിടെ ഭാര്യ അബ്രഹാമിനോട് ഒരു കാര്യം പറഞ്ഞു, അത് അബ്രഹാമിന് ഇഷ്ടപ്പെട്ടില്ല. സാറ പറഞ്ഞത് 21-ാം അധ്യായത്തിൽ കാണുന്ന കാര്യമാണ്. സാറ പറഞ്ഞതായ കാര്യം അബ്രഹാമിന് ഇഷ്ടപ്പെട്ടില്ല, അനിഷ്ടമായി എന്നാണ്. തൻ്റെ ഭാര്യ പറഞ്ഞത് അബ്രഹാമിന് അനിഷ്ടമായി. പാവം, ആരോട് പറയാൻ? വീണ്ടും വീണ്ടും ഭർത്താവിനോട് പറഞ്ഞാൽ അനിഷ്ടം കൂടുകയല്ലേ ഉള്ളൂ. സാറ എന്ത് ചെയ്തു? സാറ എന്ത് ചെയ്തു? ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ ധ്യാനിക്കുന്ന കാര്യമാണ്. ആരോട് പറയാൻ? ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് അനിഷ്ടമാണ്. പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ അനിഷ്ടം കൂടി കൂടി വരും. സാറ ദൈവത്തോട് പറഞ്ഞു കാണും, ദൈവത്തോട് പറഞ്ഞു കാണും. ആ കാര്യത്തിൽ ദൈവം ഇടപെട്ടു. അപ്പോൾ നമുക്ക് പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുക. ദൈവം പറഞ്ഞു. ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ ചില കാര്യങ്ങളിലെല്ലാം ഇഷ്ടക്കേടുകൾ വന്നിരിക്കാം. ഭാര്യ പറയുന്നത് ഭർത്താവിന് അനിഷ്ടമായി വന്നേക്കാം, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് അനിഷ്ടമായി വന്നേക്കാം. വഴക്കിടുകയല്ല, നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവത്തോട് പറയുക. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്, സമയം കടന്നു പോയല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കണം. ദൈവം ഇടപെട്ടു. ആ കുടുംബത്തെ സമാധാനത്തോടെ ആ വിഷയത്തിലൂടെ ദൈവം നടത്തി. വലിയ തകർച്ച വരേണ്ട രംഗമായിരുന്നു, പക്ഷേ സമാധാനത്തോടെ ആ കുടുംബം നടന്നു. എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ച്, കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം വിട്ടുമാറിയിട്ടുണ്ടോ? മാറാനുള്ളതൊന്നും വരാതെ എവിടെയാണ് മാറിയത്? അവിടെ യേശുവിൻ്റെ അമ്മയപ്പന്മാർ അവനെ കണ്ടില്ല, അന്വേഷിച്ചു, നോക്കിയപ്പോൾ തിരഞ്ഞപ്പോൾ കണ്ടില്ല. അവരെന്ത് ചെയ്തു? അവർ മടങ്ങിപ്പോയി. എവിടെ വിട്ടോ അവിടെ എത്തി അവനെ കണ്ടെത്തി. അവർ തിരിച്ചുപോയി, അന്വേഷിച്ചുകൊണ്ടാണ് പോയത്. സങ്കടത്തോടെ പോയി എന്നാണ് നാം വായിക്കുന്നത്. അവർ അന്വേഷിച്ച് ഒരു ദിവസത്തെ വഴി പോകുന്നത് 3 ദിവസം കൊണ്ടാണ് അവർ തിരിച്ചവിടെ എത്തിയത്. ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ട് പോകുന്നത് 3 ദിവസം എടുത്താണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ അന്വേഷിച്ചുകൊണ്ട് പോയി. നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് അമ്മ പറയുകയാണ്. അനുതാപത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ എവിടെയാണ് എൻ്റെ യേശുവിനെ വിട്ടുമാറിയത് എന്ന് പരിശോധിക്കുവാൻ നാം ഈ സമയം ഉപയോഗിക്കണം.
എവിടെ യേശു നഷ്ടപ്പെട്ടോ അവിടെ പോയി അവനെ കണ്ടെത്തണം. ഏത് കാര്യത്തിലാണ് യേശു മാറിപ്പോയത് അത് കണ്ടുപിടിക്കണം. നിസ്സാരമായ കാര്യമല്ല. അത് കുറച്ച് രൂപ കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല. എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന കാര്യമല്ലത്. യേശു എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഏത് കാര്യത്തിലാണ് യേശു മാറിപ്പോയത്? എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം വന്നപ്പോഴാണ് എൻ്റെ യേശു എന്നെ വിട്ട് അകന്നുപോയത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് പാപം ചെയ്തപ്പോഴാണ് യേശു എന്നെ വിട്ട് മാറിപ്പോയത്? ആ പാപത്തിൽ തന്നെ നാം തുടരണം. മദ്യപിച്ചപ്പോഴാണോ? ചീത്ത കൂട്ടുകൂടി നടന്നപ്പോഴാണോ? ഏത് കാര്യത്തിലാണ് യേശു വിട്ടുപോകുന്നത് അവിടെ തന്നെ ചെന്ന് തൊടാതെ നമുക്ക് യേശുവിനെ കിട്ടുകയില്ല. യേശു എവിടെ നഷ്ടപ്പെട്ടോ, എവിടെ അവരിൽ നിന്ന് അകന്നു മാറിയോ അവിടെ അവരെത്തി. വ്യസനത്തോടെ അവരവിടെ എത്തി. യേശുവിനെ കണ്ടുമുട്ടി ആനന്ദത്തോടെ അവർ മടങ്ങിപ്പോന്നു. ഇന്ന് ഈ ആണ്ടിൻ്റെ അവസാന മണിക്കൂറുകൾ യേശു എവിടെ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തി യേശുവിനെ കണ്ടുമുട്ടിയവരായി. നാളെ അവനെ ആരാധിപ്പാൻ ദൈവം കൃപ തരണം. കർത്താവിനോടുകൂടെ, യേശുവിനോടുകൂടെ ഒരു പുതിയ ജീവിതം, യേശു വിട്ടുമാറാതെ അവനോട് ചേർന്നൊരു പുതിയ ജീവിതം, അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം.